നമസ്കാരം. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ജനത. ഇവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. വയനാട്ടിൽ തന്നെ ഇവർക്ക് ആവശ്യമായ ഭൂമിയും മുന്നോട്ടുള്ള ജീവിതത്തിനു വേണ്ടിയുള്ള സൗകര്യങ്ങളും ചെയ്തു നൽകണമെന്ന് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വിമർശിക്കാൻ ശോഭ മറന്നില്ല. വയനാട്ടിലെ ജനത വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത്. എന്നാൽ ആ ജനതയുടെ വാക്കുകൾ കേൾക്കാനോ അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ രാഹുലിന് സമയമില്ല. ഇനി എങ്ങോട്ടെന്നാണ് എല്ലാവരുടെയും ചോദ്യം. അതിനോ മറുപടി പറയേണ്ടത് ഭരണകൂടമാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ സഹായം അഭ്യർത്ഥിക്കേണ്ട കടമ മുഖ്യമന്ത്രിയുടേതാണ്. അതിനോട് ഹൃദയം ചേർത്ത് വെച്ചാണ് എല്ലാവരും നീങ്ങുന്നത്. ജനങ്ങളെ സഹായിക്കാനാണ് ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമോ നോക്കാതെ ആളുകൾ മുന്നോട്ട് വരുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പരിധിവരെ മാത്രമാണ്. ബാക്കി ഏറ്റെടുക്കേണ്ടത് ഭരണകൂടമാണ്. കാലഹരണപ്പെട്ട ഭൂമികൾ വളരെയധികമാണ് വയനാട്ടിൽ. അവിടെ ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ ദുരന്തഘട്ടത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. എന്നാൽ എന്തെങ്കിലും തെറ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായാൽ ഞങ്ങളടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഇതിനെ ചോദ്യം ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ വയനാടിന് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇതിനെക്കുറിച്ചും അന്വേഷിക്കും. ഈ രേഖകൾ മറച്ചുവെക്കാമെന്ന യാതൊരു വ്യാമോഹവും സർക്കാരിന് വേണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. വയനാട് ജനത വൻ ഭൂരിപക്ഷത്തിലല്ലേ രാഹുലിനെ വിജയിപ്പിച്ചത്? ആ ജനതയ്ക്ക് വേണ്ടി ഇനിയെങ്കിലും രാഹുലിന് ചെളിയിൽ ഇറങ്ങിക്കൂടെ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയും അവരുടെ മനസ്സറിഞ്ഞും രാഹുൽ ഇവിടെ ഇറങ്ങണം. മലയാളം അറിയില്ലെങ്കിൽ രണ്ടുപേരെ പരിഭാഷപ്പെടുത്താൻ കൂടി നിർത്തിക്കൂടെ? ഇനിയെങ്കിലും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചുകൂടെ? അതിന് വിമുഖത കാണിച്ചതുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാഹുലിനെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി.